മഹിമേ, മുകുന്ദൻ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ടതാ ഇന്ന് യാഥാർത്ഥ്യമായത്. പക്ഷേ അവനേക്കാൾ കൂടുതൽ സന്തോഷം നിനക്കാന്ന് എനിക്കറിയാം. ഇനി ആരും മുകുന്ദനെ ഒരു കേസിലെ വക്കീലായിട്ട് കാണില്ല. മുകുന്ദന് സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടാവും. പക്ഷേ ഇത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാ. മുകുന്ദൻ ചെയ്യുന്നതെല്ലാം ആളുകൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കും. ഒരു മജിസ്ട്രേറ്റ് എന്തെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്യുന്നുണ്ടോന്നറിയാൻ നാട്ടുകാർക്ക് വലിയ താല്പര്യമായിരിക്കും. ഇത് മുകുന്ദന് മാത്രമല്ല, നിനക്കും ബാധകമാ. ഇതുവരെ നീ കാണിച്ച കുരുത്തക്കേടുകൾ പോലെയല്ല ഇനി അങ്ങോട്ട്. നീ എന്ത് തെറ്റ് ചെയ്താലും മജിസ്ട്രേറ്റിന്റെ ഭാര്യ അത് ചെയ്തു ഇത് ചെയ്തു എന്നായിരിക്കും ഇനി റിപ്പോർട്ട് വരാൻ പോകുന്നത്. അത് ബാധിക്കാൻ പോകുന്നത് മുകുന്ദനെയാ. നീ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നീ ഇനി ഒരു കാരണവശാലും നിയമം തെറ്റിച്ച് ഒന്നും ചെയ്യരുത്. അതിന്റെ നാണക്കേട് നീ ഒറ്റയ്ക്കായിരിക്കില്ല സഹിക്കേണ്ടി വരുന്നത്. നീ ചെയ്യുന്ന തെറ്റിന്റെ വില മുകുന്ദനും കൂടി കൊടുക്കേണ്ടി വരും. എനിക്ക് ഗോപാലിനോടുള്ള പക വക്കീലിനും അറിയാം. അയാളുമായി കണക്കുകൾ തീർക്കുന്നതിൽ നിന്നും വക്കീൽ എന്നെ തടയില്ല. അത് മുകുന്ദന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹം നീ തിരിച്ചും കാണിക്കണം. നീ കാരണം മുകുന്ദന് ഒരു തരത്തിലുള്ള നഷ്ടമോ അപമാനമോ സംഭവിക്കരുത്. അത് മുകുന്ദൻ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യോ? ഞാൻ ഗോപാലിനെ വെറുതെ വിടണമെന്നാണോ ചേച്ചി പറയുന്നേ? ഗോപാലിനോട് പകരം വീട്ടുന്നതിന് സ്വന്തം ജീവിതവും നിന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് എന്താ മോളെ കാര്യം? മോളെ, പ്രതികാരത്തിൽ അന്ധരാകുമ്പോ ശത്രുക്കളുടെ നാശത്തിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. ഗോപാലിനെ തകർക്കണമെന്നുള്ള വാശിയിൽ നീ സ്വന്തം സന്തോഷവും സമാധാനവും കളഞ്ഞ തോറ്റുപോകുന്നത് നീ ആവില്ലേ? ഗോപാലിന്റെ മുന്നിൽ മുകുന്ദന്റെ കൂടെ നീ സന്തോഷത്തോടെ ജീവിച്ച് കാണിക്കണം. മുകുന്ദൻ ഒരു മജിസ്ട്രേറ്റ് ആവാൻ പോവാ. വൈകാതെ നീ ഡോക്ടറും ആവും. നിങ്ങളിപ്പോ ജീവിതം ആസ്വദിക്കുകയാണ് വേണ്ടത്. നമ്മുടെ അച്ഛനും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുക. ഗോപാലിന് ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് അറിയാവുന്നിടത്തോളം കാലം എനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കഴിയില്ല ചേച്ചി. ഗോപാലൻ ഒരു ദിവസം പോലും സമാധാനത്തോടെ ജീവിക്കുന്നില്ല മോളെ. ആളുകളുടെ മുന്നിൽ എത്ര ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചു കാണിച്ചാലും അയാൾ മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് കാലങ്ങളായി കാണും. അയാളുടെ ശത്രുക്കൾ അയാളെ എപ്പോ എങ്ങനെ തീർക്കുമെന്ന് പേടിച്ചിട്ടാ അയാൾ ജീവിക്കുന്നേ. ഇത്രയും കാശും സ്വാധീനം ഉണ്ടായിട്ടും ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നത് കഷ്ടമല്ലേ? എന്നെങ്കിലും ഒരു ദിവസം അയാൾ നിയമത്തിന് മുന്നിൽ ശിക്ഷ ഏൽക്കേണ്ടി വരും. നിയമത്തിന് അയാളെ പോലുള്ള കാശുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ചേച്ചി. ഗോപാലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എന്റെ കഴിവിനെ വേണമെങ്കിൽ നീ ചോദ്യം ചെയ്തോ. പക്ഷേ മുകുന്ദനും അങ്ങനെയാണെന്നാ നീ കരുതുന്നുണ്ടോ? മുകുന്ദൻ വളരെ ശക്തമായൊരു സ്ഥാനത്തേക്കാണ് കയറാൻ പോകുന്നത്. അവിടെ ഇരുന്ന് അവന് നമ്മുടെ അച്ഛന് നീതി ലഭിക്കാൻ സഹായിക്കാൻ കഴിയും. പക്ഷേ നീ ഇനിയും തെറ്റുകൾ ആവർത്തിച്ച മുകുന്ദൻ അതിനുള്ള അവസരം കിട്ടാതെ പോവും. നമ്മുടെ അച്ഛനൊരു സത്യസന്ധനായ പോലീസുകാരനായിരുന്നു എന്ന് നീ ഒരിക്കലും മറക്കരുത്. നിയമത്തിന്റെ വഴിയിൽ ഗോപാലിനെ ശിക്ഷിക്കാൻ കഴിഞ്ഞാൽ അച്ഛൻ നമ്മളെ ഓർത്ത് അഭിമാനിക്കും. കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെയാ. ദേഷ്യം പിടിച്ചിവിടെ ഇരിക്കുന്നല്ലാതെ ഓഫീസിൽ പോലും പോവില്ല. നിങ്ങളൊന്ന് ചെന്ന് സംസാരിക്കാം. ചെല്ല. എന്താ അച്ഛ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത്? കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? മഹിമയെ കൊടുക്കാൻ നമുക്കൊരു നല്ല അവസരം കിട്ടും. ഡാഡി തളരാതിരിക്കണം. എത്ര ദിവസം വെച്ചാ ഇങ്ങനെ വീട്ടിലിരിക്കുക? ഡാഡി ഞങ്ങളുടെ കൂടെ ഒന്ന് ഓഫീസിലേക്ക് വാ. ആ ഓഫീസിലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ മഹിമ എന്നെ മണ്ടനാക്കിയത്. അവരുടെയൊക്കെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല. ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ മഹിമ എന്റെ മുമ്പിൽ തോൽവി സമ്മതിച്ച് എന്റെ കാല് പിടിക്കണം.
ഇതിനെല്ലാം കാരണക്കാരൻ ഗിരിയാ. എന്റെ കൂടെ നടന്ന് എന്നെ ചതിച്ചിട്ട് അവൻ മഞ്ജുനെ മഹിമയെ സഹായിച്ചു. ഞാൻ അവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോ അച്ഛന് വലിയ പുച്ഛമായിരുന്നല്ലോ. ഇപ്പൊ എന്തായി? മഹിമയെ കൊണ്ടുള്ള ശല്യം ഇതുകൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനി കൂടാനാ പോകുന്നത്. അതെന്താ? മുകുന്ദൻ മജിസ്ട്രേറ്റ് ടെസ്റ്റ് പാസ്സായി. ആ കേസിലെ വക്കീലിന് മജിസ്ട്രേറ്റ് ടെസ്റ്റ് പാസ്സാവാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിലേ ആ മഹിമയുടെ ജാട കണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇതും കൂടി ആയാ പിന്നെ പറയണ്ടല്ലോ. അവള് നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. മുകുന്ദനെങ്ങനെ നമ്മുടെ നാട്ടിലാണ് ചാർജ് എടുക്കാൻ വരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇതുവരെ അവനോടും മഹിമയോടും നമ്മൾ ചെയ്തതിനെല്ലാം അവൻ എണ്ണി എണ്ണി പകരം വീട്ടും. അതുമാത്രമല്ല, മാധവന്റെ കേസ് വീണ്ടും അന്വേഷിപ്പിക്കാൻ അവൻ വിചാരിച്ച മഞ്ജുവിനെ സഹായിക്കാൻ പറ്റും. ഈശ്വര, ചേച്ചി വെറും പോലീസ് കോൺസ്റ്റബിൾ ആയതിന്റെ പേരില് അവള് കാണിച്ച ഷോ നമ്മൾ കണ്ടതാ. അപ്പൊ പിന്നെ ഭർത്താവ് മജിസ്ട്രേറ്റ് ആയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ മുകുന്ദൻ ഒരിക്കലും മജിസ്ട്രേറ്റ് ആവരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? മുകുന്ദന് എന്തെങ്കിലും കേസിൽ കൊടുക്കണം. ഏതെങ്കിലും വലിയൊരു കേസാണെങ്കിൽ അവന് മജിസ്ട്രേറ്റ് ആവാൻ പറ്റില്ല. അതിന് മയക്കുമരുന്ന് കേസ് പോരെ? മതി, അത് മതി. അങ്ങനെയാണെങ്കിൽ വേണ്ട, ഞാൻ ചെയ്തോളാം. ഓഫീസിന് മുന്നില്ല മുകുന്ദൻ ബൈക്ക് പാർക്ക് ചെയ്യ. അവിടെ CCTV ഒന്നുമില്ല. അപ്പോ അവിടെ വെച്ച് തന്നെ മയക്കുമരുന്ന് വണ്ടിയിൽ വെക്കണം. വെച്ച ഉടനെ അനിതയെ വിളിച്ച് കാര്യം പറയണം. ബാക്കിയൊക്കെ അവള് നോക്കിക്കോളും. നോക്കിയും കണ്ടും ചെയ്തോണം. സംഭവം കുളമായാ പിന്നൊരവസരം കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ജീവിതത്തിൽ ആഗ്രഹിച്ചെല്ലാം നേടിയ സന്തോഷത്തിലായിരിക്കും മഹിമ ഇപ്പോൾ ഉള്ളത്. ആ സന്തോഷമെല്ലാം ഒറ്റയടിക്ക് തകർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന അവൾ അറിയണം. എന്നെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിച്ചതിന് ഇത്രയെങ്കിലും ഞാൻ പ്രതികാരമായിട്ട് ചെയ്യണ്ടേ?